നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന വാഹനം ഡീലർഷിപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കാര്യമായ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഒന്നും സാധ്യമാകില്ല. പക്ഷേ അതിനുവേണ്ടി നമ്മൾ പുറത്ത് ഏതെങ്കിലും കമ്പനിയിൽ കൊടുക്കുന്നു, അവർ കാര്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നു. അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഇത് വളരെ കോസ്റ്റ്ലി അഫെയറാണ്. നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ ഉൾഭാഗം ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് റെഡ് ആക്കണം എന്നായിരിക്കും ആഗ്രഹം. അപ്പോൾ ഡോർ പാഡ്, അതുപോലെ സീറ്റ്, റൂഫ് എല്ലാം റെഡാക്കി മാറ്റുക എന്നുള്ളതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി കാര്യമാണ്. അപ്പോഴെല്ലാം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഡീലർഷിപ്പിൽ നിന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കിട്ടിയാലോ എന്നുള്ള കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിപ്പോൺ ടൊയോട്ടയിലാണ്. നിപ്പോൺ ടൊയോട്ട വെറുതെ ഒരു ഷോറൂം എന്ന് പറഞ്ഞാൽ പോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ടൊയോട്ടയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കൗതുകമുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കാണുന്നതാണ്. നിപ്പോൺ സിഗ്നേച്ചർ എഡിഷൻ എന്നുള്ള ഒരു എക്സ്ട്രാ വേരിയൻറ്റ് ആണിപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഗ്ലാൻസ് തൊട്ട് ഫോർച്യൂണർ വരെയുള്ള ടൊയോട്ടയുടെ എല്ലാ വേരിയൻസിലും ഒരു എക്സ്ട്രാ വേരിയൻറ്റ് നിപ്പോണിൻ്റെ വകയായിട്ട് നമുക്ക് തരികയാണ്. നിപ്പോൺ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ടൊയോട്ടയുടെ വാഹനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം പല കാര്യങ്ങളും ആഡ് ചെയ്താണ് ഈ ഒരു എക്സ്ട്രാ വേരിയൻറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വെറുതെ പറഞ്ഞു പോയപ്പോഴല്ലോ, കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിന് എൻ്റെ കൂടെ ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത് നമസ്കാരം. നമസ്കാരം. ശ്രീജിത്ത് ഈ ഒരു സിഗ്നേച്ചർ എഡിഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് കൂടെ നിന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നതെല്ലാം കണ്ടിട്ട് പോയപ്പോൾ സത്യത്തിൽ ഞാനൊന്ന് ഞെട്ടിപ്പോയി. ഈ യൂട്യൂബേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ പോലെ. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ, അതുപോലെ എക്സ്റ്റീരിയറിൽ കുറേ മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വാഹനങ്ങളുടെ എക്സ്റ്റീരിയർ കാണുന്ന ആ ഒരു ഡ്യുവൽ പെയിൻറ്റ് ഫിനിഷൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ബേസിക്കലി ഈ ഒരു എക്സ്ട്രാ വേരിയൻറ്റ്? ഞാൻ കുറേ നേരം എക്സ്ട്രാ വേരിയൻറ്റ് എന്ന് പറഞ്ഞില്ല. എന്താണ് ശരിക്കും എക്സ്ട്രാ വേരിയൻറ്റ് നിപ്പോൺ സിഗ്നേച്ചർ എഡിഷൻ? സിഗ്നേച്ചർ എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. പലരും പല പ്രീമിയം വണ്ടികളും പുറമേ കാണുമ്പോൾ പറയും ഇതെല്ലാം എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെല്ലാവരും പലരും ചിന്തിക്കുന്ന കേസാണ്. അപ്പം അങ്ങനെ നമുക്ക് എങ്ങനെ നമുക്കതൊരു പ്രീമിയം ടച്ചിലേക്ക് കൊണ്ടുവരാം? അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പുറമേ നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന കളർ ഈ സെൻട്രലിൽ വന്നിട്ടുള്ള ഒരു കളർ. ഈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മെയ് ബാക്കിൽ നിന്നാണ് നമ്മൾ എടുത്തത്. മെയ് ബാക്കിൽ നിന്ന് എടുത്തെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ പെയിന്റ് സെയിം ഇതേ പെയിന്റാണ് മെയ് ബാക്കിൽ വരുന്നത്. അപ്പൊ അത് നമുക്ക് എടുത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളെ വോളിയം ഉള്ളതൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മളെ പെയിന്റ് നമ്മൾ അത്രയും നമ്മൾ കൊടുന്ന്. അതേപോലെ തന്നെ ഇപ്പൊ ഈ കളർ മാത്രമല്ല, നമുക്ക് സൈഡിൽ കാണുന്ന ചെറിയ പിൻ സ്ട്രൈപ്പ് കാണാം. ഇത് ഇന്റീരിയർ എന്താണോ വരുന്നത് അതിന് മാച്ച് ചെയ്തിട്ടാണ്. നമുക്ക് ഇന്റീരിയർ നമുക്ക് ഇതിന്റെ ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ ബ്ലൂ കൊടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിക്കർ അല്ല, അത് ശരിക്കും പെയിന്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ. അപ്പൊ ഇത് നിങ്ങൾ ഇവിടെ ഈ ഇത്തരം വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവിടെ നിപ്പോൺ ടൊയോട്ടയിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ദുബായ് ബേസ്ഡ് കമ്പനിയുടെ ഓട്ടോ മില്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അവരായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ അവർക്ക് ദുബായിലും അവർക്ക് ഫാക്ടറീസ് ഉണ്ട്. സോ നമ്മൾ അവരാണ് വേൾഡ് വൈഡ് ഇറങ്ങുന്ന ഓൾമോസ്റ്റ് 29 ബ്രാൻഡുകൾക്ക് ഇതേ സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കുന്നത്. സോ അവരായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ചെയ്യുന്നതെല്ലാം നമ്മൾ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവരുടെ പ്ലാന്റിലാണ് ചെയ്യുന്നത്. ചെയ്ത് നേരെ ഇങ്ങോട്ട് വരികയാണ്, അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇല്ല, കാരണം ഇതൊരു ഫാക്ടറി ഇതിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ വണ്ടി വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നു ഈ ഒരു പെയിന്റ് ഫിനിഷ്. പിന്നെ ഇവിടെ ഒരു കാർബൺ ഒരു ഫോർജ്ഡ് കാർബൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സ്റ്റീരിയറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഡ്യുവൽ ടോണും അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് സ്പെഷ്യൽ ഡ്യുവൽ ടോൺ ആണ്. ബാക്കി എല്ലാവരും പറയാൻ ഡ്യുവൽ ടോൺ എന്ന് പറയുമ്പോൾ അത് ഒന്നിന് ഹാഫ് ഇറക്കുക അല്ലെങ്കിൽ റൂഫ് ഇറക്കുക, അത്രേ ഉള്ളൂ. നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ എക്സ്റ്റീരിയറിൽ വന്നിട്ടുള്ള ഇപ്പോ നമ്മുടെ ഈ ഫോർജ്ഡ് കാർബൺ കാണാം. ബമ്പറിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാം പെയിന്റിലെ. അതുപോലെ 2 മിറർ കവറിൽ വ്യത്യാസം കാണാം. അതുപോലെ ഈവൻ സൈഡ് സ്റ്റെപ്പിൽ പോലും ക്ലാഡിങ്സിലും നമ്മളെല്ലാം നമ്മൾ ആ ചാർക്കോൾ നമ്മൾ പെയിന്റ് നമ്മൾ അതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈഡ് മിറേഴ്സിലും ആ ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. അതുപോലെ സൈഡ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർക്കോൾ കളർ എന്ന് പറഞ്ഞാൽ അത് മേ ബാക്കിന് സ്പെഷ്യൽ ആയിട്ട് അവർ ഇറക്കുന്ന പെയിന്റ് ആണ്. അത് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. കാരണം ഇതിപ്പം ഡ്യുവൽ ടോൺ മേൽഭാഗത്ത് ഈ പറഞ്ഞ ചാർക്കോൾ നിറം വന്നു, ഇവിടെ വൈറ്റ്, അതിന്റെ സെയിം അതേ ലൈന് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേ ചാർക്കോൾ തന്നെ നമ്മൾ ബാക്കിലത്തെ ബമ്പറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈവൻ ബാക്കിലത്തെ നിങ്ങൾക്ക് നോക്കി ഞാൻ പ്രത്യേകം മനസ്സിലാവും ഇത് നമുക്ക് ബാക്കിലത്തെ ഫോർജ് ചെയ്തിട്ടുള്ളത് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. അതെ, നമ്മൾ സിഗ്നേച്ചർ എഡിഷൻ എന്നുള്ളൊരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം. അത്രയും നമുക്ക് എക്സ്റ്റീരിയർ എല്ലാം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഏറ്റവും ചെറിയ മോഡൽ തൊട്ട് ഫോർച്യൂണർ വരെയുള്ള എല്ലാത്തിലും ഇതേ മാറ്റമാണോ എക്സ്റ്റീരിയറിൽ? ഓൾമോസ്റ്റ് എല്ലാ. പക്ഷെ ഇതിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സിഗ്നേച്ചർ ഉണ്ട്, സിഗ്നേച്ചർ പ്ലസ് ഉണ്ട്, സിഗ്നേച്ചർ എലൈറ്റ് ഉണ്ട്. നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ ഏറ്റവും ബേസിക് വരുന്നത്. ബേസിക് എന്ന് വരുമ്പോൾ അതിൽ നമുക്ക് ഈ ഡ്യുവൽ ടോൺ പെയിന്റിംഗ് ഉണ്ടായിരിക്കില്ല.
എന്നാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാവും. നമുക്ക് ഇന്ത്യയിൽ കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാവും. ഇപ്പോൾ എലോയിസിലെ പെയിന്റിംഗ് ആയിക്കോട്ടെ, എന്താണ് ഇന്റീരിയർ കളർ അതനുസരിച്ച് നമ്മൾ കാലിപ്പറത്തെ നമുക്ക് കളർ മാറ്റി അതേ ബ്ലൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കല്ല, പക്ഷെ മൈൻഡ് നോക്കണമെങ്കിൽ ഒരുപാട് നമുക്ക് അതിൽ വർക്ക് വരുന്നുണ്ട്, ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. കാലിപ്പറിൽ നമ്മൾ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാം സിഗ്നേച്ചർ വരുന്നുണ്ട്. സിഗ്നേച്ചർ പ്ലസിലേക്ക് വരുമ്പോൾ ഈ ഡ്യുവൽ ടോൺ പെയിന്റിംഗ് വരിക. അത് കഴിഞ്ഞ് സിഗ്നേച്ചർ എലൈറ്റ് ഉണ്ട്. സിഗ്നേച്ചർ എലൈറ്റ് മെയിൻ ആയിട്ട് ഡിഫറൻസ് ഇന്റീരിയർ, നമുക്ക് ഇന്റീരിയറിലേക്ക് പോവാം. നമുക്ക് നോക്കാൻ പറ്റും. ഇന്റീരിയർ കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്റീരിയർ ആണ് അമേസിങ് കേട്ടോ, നല്ല രസമുള്ള ഫിനിഷാണ്. ഇതിലിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും പിന്നെ ബ്ലൂ സ്റ്റിച്ചിങ് ഒക്കെയാണ്. പിന്നെ എന്തൊക്കെയാണ് ഇന്റീരിയറിൽ മറ്റു മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? ഇപ്പോൾ ഇതിലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ നമ്മളൊരു പ്രാഡ ബ്ലൂ വിത്ത് ഡാർക്ക് ബ്ലൂ അങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്കതിൽ പറയുകയാണെങ്കിൽ എല്ലാ അപ്പോൾസ്ട്രി എവിടെയൊക്കെ വരുന്നു അവിടെ കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡാഷ് ആയിക്കോട്ടെ, ഡോർ പാഡ് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റീറിങ്ങിന്റെ മുകളിലത്തെ കൺസോളിൽ വരുന്ന എല്ലാ അപ്പോൾസ്ട്രിയും മൊത്തം നമ്മൾ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് റൂഫ് നോക്കി കഴിഞ്ഞാൽ കാണാം, റൂഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിലാണ്. അത് അൽക്കൻഡാര മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇൻക്ലൂഡിങ് സ്റ്റാർലൈറ്റ്സ് ഉണ്ട്. ഇൻക്ലൂഡിങ് സ്റ്റാർലൈറ്റ്സ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് സിഗ്നേച്ചർ എലൈറ്റ് ആണ്, ഏറ്റവും ടോപ്പാണ്. സിഗ്നേച്ചർ പ്ലസ് വരുമ്പോൾ നമ്മുടെ റൂഫ് ബ്ലാക്ക് ആയിരിക്കില്ല, സ്റ്റാർലൈറ്റ്സ് ഉണ്ടാവില്ല, നമ്മുടെ AP, BP, C+ ഒന്നും ബ്ലാക്ക് ആയിരിക്കില്ല. അതെല്ലാം കമ്പനി വരുന്ന ഒറിജിനൽ കളേഴ്സ് ആയിരിക്കും. എന്നാൽ ബാക്കി എല്ലാം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഫോർച്യൂണർ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഈവൻ ഹൈ റൈഡറിലും 3 ഓപ്ഷൻസ് ഉണ്ട്, ഹൈ ക്രോസ് 4 ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം ഇതിൽ ഏതാണ് വേണ്ടത്. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ചോദിക്കാൻ വന്നത് ഇപ്പൊ എനിക്ക് ഈ ബ്ലൂവിന് വേറെ ഇവിടെ വേണ്ടത് റെഡ് ആണെന്നിരിക്കട്ടെ, എനിക്ക് അങ്ങനെ ചെയ്തു തരുമോ? ഇല്ല. ഇത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റില്ല? ഇതൊരു ഫാക്ടറി ലൈനിൽ വരുന്നത്, പ്രൊഡക്ഷൻ ലൈനിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൽ കാണുന്ന ഈ ഫിറ്റ് ആൻഡ് ഫിനിഷും എല്ലാ കാര്യങ്ങളും ഇതേപോലെ പക്കയായിട്ട് വരുന്നത്. നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഫോർച്യൂണറിന്റെ എലൈറ്റ് പ്ലസ് ഞാൻ വാങ്ങിക്കുക, എലൈറ്റ് പ്ലസോ അല്ലെങ്കിൽ അതിന്റെ ടോപ്പിന്റെ വാങ്ങിക്കുകയാണെങ്കിൽ ഈ കളർ മാത്രമേ കിട്ടുള്ളൂ ഇന്റീരിയർ? അല്ല, നമുക്കിത് 4 ഓപ്ഷൻസ് വേറെ തരാം. ഇതല്ലാതെ പിന്നെ 3 വേറെ ഉണ്ട്. ശരി, നമുക്ക് അതൊന്നും ചൂസ് ചെയ്യാം. എന്നാൽ അതിലേക്ക് റെഡ് വേണ്ട, എനിക്ക് യെല്ലോ വേണം, അങ്ങനെ പറ്റില്ല. ആ തന്നിട്ടുള്ള എന്താണോ നമുക്ക് അത് പറയാം. ഈ മെറ്റീരിയൽ ഇപ്പൊ ഉദാഹരണം പറയുന്നത്, ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് മൈക്രോഫൈബർ ആണ്. മൈക്രോഫൈബർ ഈ മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഒരു 80 lakhs എബോൾ വണ്ടികൾക്ക് മാത്രമാണ് ആ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇത് അത്രയും ബൾക്കായിട്ട് നമ്മൾ അത്രയും പ്രീമിയം ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇത് വരുന്നത് തന്നെ. സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ വെളിയിൽ കൊടുത്ത് പലരും പല കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യുന്ന പല കമ്പനികളുണ്ടല്ലോ, അവരിതൊക്കെ ചെയ്ത് തരില്ല? ഇവിടെ തരാം, കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും ചേരുന്ന മൈൻഡിൽ വരുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് വാറണ്ടി നമുക്ക് എങ്ങനെ നമുക്ക് വാറണ്ടി കിട്ടും? എങ്ങനെ ഇപ്പോൾ OEMസിന്റെ സൈഡിൽ നിന്ന് എങ്ങനെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യും? ഞാനിത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും പറയാണ്, നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ, ഇന്ത്യയുടെ പുറത്തായിട്ട് ആയിക്കോട്ടെ ഇറങ്ങുന്ന പല OEMസിനും സീറ്റ് സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ഫാക്ടറിയിൽ നിന്നാണ്. അപ്പൊ അവര് തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. സോ 110% പറയാൻ നമുക്ക് വാറണ്ടി ഇഷ്യൂസും വേറെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റീരിയലും നമുക്കിപ്പോ ഈ പറയുന്ന പോലെ ഒരു 80 അല്ലെങ്കിൽ 1 lakh റേഞ്ചിൽ ഇറങ്ങുന്ന വണ്ടികൾക്ക് ഈ മെറ്റീരിയൽ കൊടുക്കാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അവർക്ക് അത്രയും ബൾക്കായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഈ റേറ്റിൽ അവർക്ക് തരാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഈ തരത്തിലൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മളിവിടെ ഉണ്ടല്ലോ. വേണമെങ്കിൽ ഈ നീല വേണോ, ഇവിടെ അങ്ങനെ ഫിറ്റ് ചെയ്ത് തരും. അപ്പൊ എന്താണ് നമുക്കൊരു വ്യത്യസ്തതയായിട്ട് പറയുന്ന കാര്യം? ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ മെറ്റീരിയൽ, നമ്മുടെ മെറ്റീരിയൽ പറഞ്ഞാൽ അത്രയും പ്രീമിയം മെറ്റീരിയലാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മെറ്റീരിയൽ നമുക്ക് എക്സ്ട്രാ എടുത്ത് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഈ കോസ്റ്റില്ല, നമുക്ക് 2 or 3 കോസ്റ്റ് വരും. നമ്മൾ ഇതൊരു വലിയ പ്രൊഡക്ഷൻ ലൈനിൽ പോകുന്നതുകൊണ്ടാണ് ഇത് ഒരു ഇതിന്റെ 80% വർക്കും ചെയ്യുന്ന റോബോട്ടിക്കലാണ്. സോ അതാണ് ഈ ഫിറ്റ് ആൻഡ് ഫിനിഷ് അത്രയും നമ്മൾ ഗ്യാരണ്ടി തരുന്നത്. ഇത് നിങ്ങൾക്ക് അത്രയും അതത്ര ഈസി അല്ല. ഇപ്പൊ ഈവൻ നമ്മുടെ ഇവിടുത്തെ വിങ് തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്, അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ ഇതല്ല, എനിക്ക് വേറെ അവര് ചെയ്തു തരും. അപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് ഇനി കസ്റ്റമൈസ് ചെയ്യണം, നിങ്ങളുടെ തന്നെ സ്ഥാപനത്തിൽ ചെയ്തു തരും, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതിൽ പറഞ്ഞ ഇതൊരു വേരിയന്റ് ആയതുകൊണ്ട് ഈ വേരിയന്റിൽ നമുക്കൊരു 4 ഓപ്ഷൻ തരാം, അത്രേ പറ്റുള്ളൂ. ആ ഓപ്ഷൻ നമുക്ക് പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിനെ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ റൂഫിൽ ആ സ്റ്റാർ ഒന്ന് കാണിക്കാമോ? ഉണ്ടാക്കി തരാം. അടിപൊളി കേട്ടോ. അപ്പൊ ഇതിന്റെ കാര്യം നമുക്ക് ഇപ്പൊ ഈ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളൊരു വണ്ടി വാങ്ങിച്ചിട്ട് അത് ഇലക്ട്രിക്കൽ എന്ത് സാധനം ചെയ്താലും വാറണ്ടി നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് നിങ്ങളപ്പോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ വാറണ്ടി പ്രശ്നമില്ല, ഇഷ്യൂസ് വരുന്നില്ല. നമുക്ക് വേറെ വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പക്ക നമുക്ക് എങ്ങനെയാണോ OEM വരുന്നത് ആ ലെവലിൽ ചെയ്തിട്ടുള്ളത്. ശരി, ഇത് അടിപൊളിയുണ്ട്. ഇത് പല കളേഴ്സ് ഉണ്ടോ? ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ശരി, അടിപൊളി. ഇത് നല്ല രസമുണ്ട് കേട്ടോ.
അപ്പൊ ഇതും ഈ ഏറ്റവും ടോപ്പ് എൻഡിലേ ഉള്ളൂ. ഇത് ടോപ്പ് ലൈറ്റിൽ മാത്രമേ ഉള്ളൂ. സിഗ്നേച്ചർ പ്ലസിൽ ഇത് വരുന്നില്ല, ലൈറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഇത് മെയിൻ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ട് ഫീൽ ചെയ്യണം. അൽക്കന്താര മെറ്റീരിയലിന്റെ ഫിനിഷിംഗ് കിട്ടും. ഇത് ഇപ്പൊ പുറമൊക്കെ ബൈച്ചർ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, ഇത് ഏത് വണ്ടിയിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മേബാക്കിലല്ല, ഇത് റോൾസിൽ വരുന്നതാണ്. അത് അതേ മെറ്റീരിയലും അതേ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയുണ്ട്. അപ്പൊ ഇതിന്റെ അത് ഈ പറഞ്ഞ ഓരോ കാര്യത്തിലുള്ള ഒരു പ്രൊസിഷൻ ഭയങ്കരമായിട്ട്. ഇതിന്റെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലുള്ള ലെതർ, അതിന്റെ ഒരു ബ്ലൂ സ്റ്റിച്ചിങ്, പിന്നെ ഇവിടെയാണെങ്കിൽ ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗി. ഈവൻ ഈ ഒരു അത് വേറെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെയും നമ്മൾ അതിൽ ഫുൾ റീവർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഇതിന്റെ പറഞ്ഞല്ലോ 4 കളേഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അത് ഏതൊക്കെയാ? ഈ ബ്ലൂ, ബ്ലാക്ക്, പിന്നെ ഏതൊക്കെയാണ് ഇതില്? പിന്നെ അടുത്തത് വരുന്നൊരു ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട്. അതുപോലെ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ലാംബ് വൈറ്റ്, ലൈറ്റ് കളേഴ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ലാംബ് വൈറ്റ് വിത്ത് ടാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നേരത്തെ ഇപ്പം ഇത് കണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണോ വണ്ടി വരുത്തി തരുന്നത്, അതോ നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആണോ ഇത്തരം വണ്ടികൾ? നമുക്ക് ഇപ്പോഴത്തെ മെയിൻ ഇതിൽ പറഞ്ഞാൽ നമുക്ക് വണ്ടികൾ നമുക്ക് പൊതുവെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുക്കിംഗ്സ് ഉണ്ട്. അതിന്റെ ബുക്കിംഗ് വെച്ചിട്ട് നമുക്ക് നമുക്ക് പിന്നെ 2 വീക്സ് പിടിക്കാം, നമുക്ക് ചെയ്യാൻ 2 വീക്സ് പിടിക്കാം നമുക്ക് ഇത്രയും വർക്ക് ചെയ്തു തരാൻ വേണ്ടിട്ട്. അതാണ് നമ്മൾ ടൈം ലൈൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റെഡിലി അവൈലബിൾ ആണോ, അതോ ഞാൻ ബുക്ക് ചെയ്ത് അഗെയിൻസ്റ്റ് ബുക്കിംഗ് ഇത് വരികയുള്ളൂ? അതിപ്പോ വണ്ടി റെഡി സ്റ്റോക്ക് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൌണ്ട് 14 ഡേയ്സ് വരുന്നത്, നമുക്ക് 2 വീക്സ് ടൈം അങ്ങനെ പറയാം. ഇനി അതല്ല, ഇപ്പൊ നമ്മൾ ചെറിയ വേരിയന്റിൽ നമ്മൾ ബുക്ക് ചെയ്തു, ആ വേരിയന്റ് സ്റ്റോക്ക് ഉണ്ടാവില്ല, എന്ന് സ്റ്റോക്ക് വരുന്നു അവിടെ നമുക്കൊരു 14 ഡേയ്സ് നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ടൈം ലൈൻ വരുന്നത്. നമുക്ക് അതിനുള്ളിൽ നമുക്ക് ഫുള്ള് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ബാക്ക് സീറ്റ്. ബാക്ക് സീറ്റോടെ ഒന്ന് കണ്ടാൽ നമുക്ക് ഒന്ന് അടുത്ത വണ്ടിയിലേക്ക് പോകാനാണ്. ബാക്ക് സീറ്റും വളരെ ഭംഗിയായിട്ടുണ്ട്. ആ ഒരു ബ്ലൂ ഫിനിഷും, ഒരു ഡാർക്ക് ബ്ലൂ, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ, കൂടാതെ ബ്ലാക്ക്, നല്ല ഗംഭീരമായിട്ടുള്ളൊരു മിക്സാണ്. കളേഴ്സിൻ്റെ ഒരു മിക്സ് അതിമനോഹരമായിട്ടുണ്ട്. ഈ ഫോർച്യൂണറിലൊക്കെ നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് കാണാൻ പറ്റും അല്ലേ, വലുപ്പത്തിൻ്റെ. അപ്പോൾ നമുക്കിനി ഏറ്റവും ഫസ്റ്റ് മോഡലിലേക്ക് പോകാം അല്ലേ. അത് ടൈസറാണ്. ടൈസർ അല്ല, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഹൈറൈഡർ ആണ്. ഇപ്പൊ നമ്മൾ നിലവിൽ 3 വണ്ടി നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ, ഹൈറൈഡറും ഹൈക്രോസും ഫോർച്യൂണറും. അപ്പൊ ടൈസറിലൊക്കെ ഇത് വരും, പിന്നാലെ വരും. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു വണ്ടിയിലാണെങ്കിൽ പോലും അത്തരം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പൊ നമുക്കിനി ഹൈറൈഡർ കാണാം. അപ്പോൾ ഫോർച്യൂണറിൽ നിന്നും വളരെ വ്യത്യസ്തമായ എക്സ്റ്റീരിയർ ആണ് ഇപ്പോൾ ഈ ഹൈറൈഡറിന് കൊടുത്തിരിക്കുന്നത്. അതിൽ കണ്ടിരുന്ന കളേഴ്സ് അല്ല എക്സ്റ്റീരിയർ ഉപയോഗിച്ചിരിക്കുന്നത്, ഇത് ഫുൾ കാർബണിലാണ്, ബ്ലാക്ക് ഫിനിഷ് ആണ്. നമുക്ക് ഇതിലും പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റീരിയറിൽ ഡ്യുവൽ ടോൺ വരുന്ന വേറെ വണ്ടി കാണിച്ചു തരാം. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കാർബൺ ടച്ചാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഗ്രില്ലിലായിക്കോട്ടെ, നിങ്ങൾക്ക് കാണുന്ന ബോണറ്റിൽ കാണാം, ബമ്പറിൽ കാണാം, മിറർ കവേഴ്സിൽ കാണാം, ഇതെല്ലാം കൊടുത്തിട്ടുള്ള ഒരു കാർബൺ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അടിപൊളിയാണ് കേട്ടോ. തന്നെയല്ല ഇതിന്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്ന അപാരമാണ്. നമ്മളിപ്പോ സാധാരണ വെളിയിൽ കൊടുത്ത് ഒട്ടിക്കുന്ന പോലെ ഒന്നും അല്ല, അതിലത് വളരെ കൃത്യമായിട്ട് ആ മെക്കനൈസ്ഡ് പരിപാടികളിലെല്ലാം ഇത് കാണുന്നുണ്ട്. ഇപ്പൊ എനിക്കിത് വാങ്ങിച്ചോണ്ട് പോകാവോ ഇന്ന് വേണമെങ്കിൽ? ഇത് റെഡി സ്റ്റോക്ക് ഉള്ള വണ്ടി കുഴപ്പമില്ല, നമുക്ക് ധൈര്യം എടുത്തു പോവാം. പക്ഷേ മേ ബി ബുക്കിംഗ് ഉണ്ടാവാം, നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ വണ്ടിക്ക് ബുക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വണ്ടി പോവാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കിടക്കുന്ന ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിഗ്നേച്ചർ എഡിഷൻ മിക്കതും ബുക്ക്ഡ് ആയിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം ബുക്കാണെന്ന് പറയാം നമുക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു അധികം പബ്ലിസിറ്റി ഇതുവരെ നിങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം വന്ന് ഇത്തരം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെ ഒക്കെ ഒരു നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധ്യത ഉടനെ കിട്ടുമെന്നുള്ള കാര്യം ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നല്ല സെയിൽസ് ടീം ഒന്നും എത്തിയിട്ടില്ല ഇപ്പം അല്ലേ, രാവിലെ വളരെ നേരത്തെ അവിടെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇതിൽ ഈ ഒരു കാർബൺ ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയുന്നത് ഇടയ്ക്കെല്ലാം ഈ സ്റ്റീൽ ഫിനിഷൊക്കെ വന്നിട്ട് തകർപ്പനാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ നമുക്ക് ഇവിടെയും ഈ സൈഡ് വ്യൂ മിറേഴ്സിലും വന്നിരിക്കുന്നു. സിഗ്നേച്ചർ എഡിഷൻ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നല്ല രസമായിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ വീണ്ടും തിയാന ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വന്നിരിക്കുന്നത്, കാർബൺ ബ്ലാക്ക്. ക്ലാഡിങ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത് തിയാന ബ്ലാക്ക്. അത് നല്ല നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ വെച്ചാൽ കുറച്ച് ചെളി പിടിക്കും താഴെ. അങ്ങനെ കാർബൺ ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിന്
ഒരു പ്രശ്നം ഉണ്ടാകാം. ബാക്കിലേക്ക് വരുമ്പോഴോ ബാക്കിലത്തെ നമ്മൾ വന്നിട്ടുള്ള ബസ്സിലും സെയിം അതേപോലെ തന്നെ കാർബണിൽ വരുന്നുണ്ട്. നമ്മുടെ ടൊയോട്ടയുടെ വരുന്ന അതുപോലെ തന്നെ ബാക്ക് ബമ്പേഴ്സിലും കാണാം സെയിം കാർബൺ തന്നെ. നല്ല രസമുണ്ട്. എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട സിഗ്നേച്ചർ എഡിഷൻ്റെ ബാഡ്ജിങ് നല്ല രസമാണ്. ശരിക്കും ഒരു സൈൻ ചെയ്ത പോലെ നല്ല രസമുണ്ട് അത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഒന്ന് കാണാം. ഇതിപ്പോൾ സിഗ്നേച്ചറിൻ്റെ എൻട്രി സിഗ്നേച്ചർ വേരിയന്റ് ആണ് വരുന്നത്, സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ് വരുന്നത്. നമുക്ക് അതുകൊണ്ട് റൂഫിൽ നമുക്ക് അതിലെ സ്റ്റാർ ലൈറ്റ്സോ അല്ലെങ്കിൽ ബ്ലാക്കോ ഒന്നല്ല വരുന്നത്. ഫുൾ റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് റെഡും. പിന്നെ ഈ പറഞ്ഞ പോലെ കാർബൺ ഫൈബർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇന്റീരിയർ സീറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സെന്റർ പോർഷൻ കൂടുതൽ ഫാബ്രിക് ആണ്. നോർമൽ മൈക്രോഫൈബർ മാത്രമല്ല, കൂടുതൽ ഫാബ്രിക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചർ എഡിഷൻ എന്നുള്ള ഈ ബാഡ്ജിങ് എല്ലാ ഹെഡ്രസ്റ്റും വരുന്നുണ്ട്. നമ്മൾ സെയിം അത് തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് നമ്മളെ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, നമുക്ക് അതുപോലെ തന്നെ ഗിയർ നോബ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ആ ഒരു ടച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത വേരിയന്റിലേക്ക് വരുമ്പോൾ ഇവിടെ ബ്ലാക്ക് ആവുമോ? സിഗ്നേച്ചർ എലൈറ്റിലേക്ക് വരുമ്പോൾ മാത്രം റൂഫിൽ സ്റ്റാർ ലൈറ്റ്സും വരും, റൂഫ് മൊത്തം ബ്ലാക്ക് ആവും. അങ്ങനെ വരും. ഓക്കെ. ഇത് രസമാണ്. റെഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് ഇപ്പം ടൊയോട്ടയുടെ പല വാഹനങ്ങളിലും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റുകളാണല്ലോ വരുന്നത്. അപ്പോൾ ഇത്തരം സീറ്റ് കവറൊക്കെ വന്നു കഴിഞ്ഞാലും അതെല്ലാം എല്ലാം പക്ക ചാലുവാണ്, എല്ലാം ഓക്കെയാണ്. ഇതിപ്പോൾ റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്റ്റിയറിംഗ് വീല് വളരെ രസമാണ്, വളരെ സ്പോർട്ടിയാണ്. ആ റെഡും ആ കാർബൺ അതിലും ചെറിയൊരു ഫൈബർ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെയല്ല. ഞാൻ ഇപ്പം നേരത്തെ ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ നമ്മളിപ്പം മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ പ്രിസിഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഓരോ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം മെക്കനൈസ്ഡ് ആണ്, എല്ലാം റോബോട്ടിക് രീതിയിൽ ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന റെഡ് ഇഷ്ടപ്പെടുന്നവർക്കാണിത്. എനിക്ക് ഇതിനേക്കാൾ അപ്പീലിംഗ് എനിക്ക് മറ്റേ ആ ബ്ലൂവും ബ്ലാക്കും അമേസിംഗ് ആണ്. പക്ഷേ റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. അതെ. അപ്പോൾ ഇവിടെ സിഗ്നേച്ചർ എഡിഷൻ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൈക്രോസാണ്. ഹൈക്രോസിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കിടിലാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഫോർച്യൂണറിൻ്റെ ഏതാണ്ട് അതേ രീതിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഓറഞ്ച് കാണുമ്പോൾ മനസ്സിലാവും ഉൾഭാഗത്ത് ഓറഞ്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് ഇൻറ്റീരിയർ തുറന്ന് കാണാം. എങ്കിൽ പോലും ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഹൈക്രോസ് കാണാൻ വളരെ ഇഷ്ടമുള്ളൊരു മോഡലാണ്. അതിന് ഈ ഒരു സംഭവം ക്ലാസ് ലുക്കാണ് വണ്ടി മുതൽ. അതിന് നമുക്ക് എങ്ങനെ നമുക്ക് ഒന്നുകൂടി പ്രീമിയം ആക്കാം. ഓൾറെഡി പ്രീമിയം വണ്ടി, എന്നാലേ നമുക്ക് മോർ പ്രീമിയം ആക്കാം. അതാണ് നമ്മളിപ്പോൾ സിഗ്നേച്ചർ എഡിഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്? ഇത് വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നേച്ചർ പ്ലസ് ആണ്, എലൈറ്റ് അല്ല, പ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്യുവൽ ടോൺ പെയിന്റിംഗ് കാണാം. നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ചാർക്കോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം അത് തന്നെ മേബാക്കിന്റെ അതേ മെറ്റീരിയലും അതേ പെയിന്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇന്റീരിയർ നമ്മൾ ഇതിന് ചെയ്തിട്ടുള്ളത് ഓറഞ്ച് ബ്ലാക്ക്, നേരത്തെ പറഞ്ഞ ഓറഞ്ച് ബ്ലാക്ക്. അതുകൊണ്ടാണ് ഈ പിൻ സ്ട്രൈപ്പ് നമുക്ക് ഓറഞ്ച് വന്നിട്ടുള്ളത്. ഈവൻ നിങ്ങൾക്ക് അലോയ്സിന്റെ ഉള്ളിലത്തെ കാലിപ്പർ നോക്കിയാലും അത് ഓറഞ്ച് ആയിരിക്കും. അതാ ഇവിടെ കാലിപ്പർ ഓറഞ്ചായി. രസമാണ് കേട്ടോ, സംഭവം നല്ല രസമാണ്. ഓറഞ്ച് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല അല്ലേ, രസമുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ ചാർക്കോൾ തന്നെ എല്ലാ ക്ലാഡിങ്സ് ആയിക്കോട്ടെ, സൈഡിൽ സ്കേർട്ടിങ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട് ബാക്കിൽ ബമ്പേഴ്സിലായിക്കോട്ടെ, എല്ലാം നമ്മൾ ആ കളേഴ്സ് ചാർക്കോൾ കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, മാറ്റ് ഫിനിഷിന്റെ ഒരു ഭംഗി ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കാണെങ്കിലും സി പില്ലറിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ചാർക്കോൾ ബാക്കിലെ ക്വാർട്ടർ പാനൽ നമ്മൾ അതേപോലെ തന്നെ ഓറഞ്ച് പിൻ സ്ട്രൈപ്പ് കൊടുത്തിട്ട് നമ്മൾ ചാർക്കോൾ നമ്മൾ അതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഭാഗം, ഇതും നല്ല രസമായിട്ടുണ്ട്. ആ ഒരു ചാർക്കോൾ ഫിനിഷ് കൊടുത്തിട്ട് നമ്മുടെ ബാക്കിൽ നമുക്ക് സെയിം നമ്മുടെ സിഗ്നേച്ചർ ബാഡ്ജിങ് അതിൽ കാണാറുണ്ട്. രസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങളിപ്പം ഓറഞ്ച് എങ്ങനെ ഉണ്ടാവും ഇൻറ്റീരിയർ എന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു അതിശയം തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കണ്ടു. നല്ല തകർപ്പൻ ഇൻറ്റീരിയറാണ്. ഓറഞ്ചൊക്കെ മനോഹരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് രസമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അമിതമായി ഓറഞ്ച് ഉപയോഗിക്കില്ല. ബ്ലാക്ക് ഇതിൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ അത് നല്ല പ്രീമിയം ലുക്കാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടാൻ പോകുന്നൊരു കളറാണെന്നുള്ള കാര്യം.
പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ടാൻ ബ്രൗണും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, നമുക്ക് ഇതിൽ 4 വേരിയന്റ് 4 കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കൂടിയും ഒരു യൂത്തിലേക്ക് പോകണമെങ്കിൽ റെഡ് ആൻഡ് ഗ്രേ വരുന്നുണ്ട്. നമ്മൾ റെഡ് ആൻഡ് ഗ്രേന്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച്, ഇപ്പൊ നമ്മൾ കാണുന്ന ബ്ലാക്ക് ആൻഡ് ഓറഞ്ച്, ടാൻ ആൻഡ് ബ്ലാക്ക് ഉണ്ട്. കുറച്ചും കൂടി ഒരു ക്ലാസ് ആയിട്ടുള്ള ടാൻ ആൻഡ് ബ്ലാക്ക് വന്നത്. പിന്നെ ഇനി അതുപോലെ കൊക്കോ ആൻഡ് ടാൻ, ആ ഒരു കളർ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൊക്കോ ആൻഡ് ടാൻ ഒരു കോമ്പിനേഷൻ. അങ്ങനെ 4 കോമ്പിനേഷൻ നമുക്ക് ഹൈക്രോസിൽ നമുക്കുള്ളത്. ഹൈക്രോസിന്റെ കാര്യത്തിൽ ഇതിന് പനോരമിക് സൺറൂഫ് ആണല്ലോ, അപ്പോഴും ഈ സ്റ്റാർ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സൺറൂഫ് ഇല്ലാത്ത ഏരിയ മാത്രമേ നമുക്ക് സ്റ്റാർ വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വളരെ തോട്ട്ഫുള്ളി ആണ്. ഇതാ ഇവിടെയൊക്കെ ഈ ഒരു പൊസിഷനിലുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതാ ഈ ഒരു AC വെന്റെ താഴെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സൈഡിൽ മെമ്മറി അല്ല, ചെറിയൊരു പീസ് ആണെങ്കിൽ പോലും നമ്മൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് എല്ലാം ചെറിയ ചെറിയ പോർഷനും ഈവൻ ഗിയർ നോബ് കാണും, ഗിയർ നോബിന്റെ മുകളിൽ പോലും നമ്മൾ ചെറിയൊരു ഓറഞ്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു സംഭവം, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു ഓറഞ്ച് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നു. കൂടാതെ ഇവിടെ കാർബൺ ഫൈബർ ഫിനിഷ് ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ AC പെൻസിലും എല്ലാം നമ്മൾ ചെറിയ ചെറിയ ഏരിയസ് നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷ് വന്നിട്ടുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട് ഇവിടെ തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ ബാക്കിലൂടെ ഒന്ന് കാണാം. അപ്പോൾ ഈ നിപ്പോണിന് വേണ്ടി ഈ ഒരു എക്സ്ട്രാ വേരിയന്റ് ചെയ്യുന്ന കമ്പനി എങ്ങനെയാണ് ഇത്രയും ഗംഭീരമായിട്ട് ഈ ഒരു എലഗൻസ് നിലനിർത്തുന്നത്? എങ്ങനെയാണ് വരുന്നത്? എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയാം, ഒരു വേൾഡ് വൈഡ് ഇറങ്ങുന്ന, ഈ വേൾഡ് വൈഡ് എന്ന് പറയുന്നത് ഈവൺ ഇന്ത്യയിലുണ്ട്, ഈ ഇന്ത്യക്ക് പുറത്തും ഇറങ്ങുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 29 ബ്രാൻഡ്സിന് ഇവരാണ് സിഗ്നേച്ചർ എഡിഷൻ ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ എഡിഷൻസ് ചെയ്ത് കൊടുക്കുന്ന ഇവരാണ്. ഇപ്പൊ ഈവൻ നമ്മുടെ ഇന്ത്യയിൽ പോലും നിങ്ങൾ കാണുന്ന പല വണ്ടികളും ഇവരെ കയ്യിൽ നിന്നാണ് വണ്ടി വരുന്നത്. സോ അവർക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും എവിടെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ടീം തന്നെയാണ് മൊത്തം അവർക്ക് ഉണ്ട്. അങ്ങനെയാണ് അവരത് മൊത്തം ഡിസൈൻ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ പ്ലാന്റിൽ പോയാൽ പല ബ്രാൻഡുകളുടെയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, എക്സ്ട്രാ വേരിയൻസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ? രസമുണ്ട്. എന്തായാലും അതിന്റെ ആ ഒരു അവർക്ക് അവരുടെ എക്സ്പീരിയൻസും ഒരു എക്സ്പെർട്ടൈസും തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് കാണാം. ഫിനിഷ് ആണ് ഇതിൽ നമുക്ക് മൊത്തം കാണുന്നത്. അതെ അതെ അതെ, ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹൈക്രോസ് തന്നെയുള്ളത്. ഹൈക്രോസിന്റെ ഇന്റീരിയർ നമുക്ക് ഒരു ടാൻ ആൻഡ് ബ്ലാക്ക് ഫിനിഷ്. ഇത് സത്യം പറഞ്ഞാല് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ശരി. വണ്ടി നമ്മൾ നിറയെ വണ്ടി ജസ്റ്റ് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. ശരിക്കും നിങ്ങളൊന്ന് ഈ ഒരു ഇത്തിരി എന്താ വൈഡായിട്ടൊന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയാണ് അതിന്റെ ആ ഒരു ഫീൽ മനസ്സിലാവും. എങ്ങനെയാണ് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ എങ്ങനെ കിട്ടുന്നുള്ളത്. ശരിക്കും അങ്ങേയറ്റം പ്രീമിയം ലുക്ക് എന്ന് വെച്ചാൽ അങ്ങേയറ്റം പ്രീമിയം ലുക്കാണ്. നമുക്ക് ഒരു വെൽഫെയറിനോടൊക്കെ കമ്പയർ ചെയ്യുന്ന ലുക്കിലേക്ക് രസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് എക്സ്റ്റീരിയർ കാണുന്നത് നമ്മളിപ്പോൾ ഈ കണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇന്റീരിയറിൽ എന്താണ് കളർ എന്നുള്ളതിനുള്ള സൂചനത നിങ്ങൾ ഈ കാലിപ്പറിൽ കാണുന്നുണ്ട്. ടാൻ ബ്രൗൺ ആണ് അല്ലേ? അതെ, ടാൻ ആൻഡ് ബ്ലാക്ക് ആണ്. ഇവിടെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ എല്ലാ ഡ്യുവൽ ടോൺ എല്ലാ സാധനങ്ങളും വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ഇന്റീരിയറിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാം അല്ലേ? അപ്പോൾ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്റീരിയർ ഇതാണ്. കാരണം ഞാൻ എൻ്റെ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ച ഉടനെ ടാൻ ബ്രൗണിലേക്ക് മാറ്റി. അതുകൊണ്ടായിരിക്കും എനിക്കിത് കണ്ടത് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു ഗംഭീര സാധനമുണ്ട്. അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വന്നതെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായി. ഇത് ശരിക്കും വുഡാണോ എന്താണ് സാധനം? ഇത് ഡിപ്പിംഗ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രൊഡക്ഷൻ ലൈനിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള മെഷീൻസും ടൂൾസ് എല്ലാം അവർ വെൽ എക്യുപ്ഡ് ആണ്. ഇത് മാറ്റ് ഫിനിഷ് ആണ്, പക്കാ ശരിക്കും തടി. സാധാരണഗതിയിൽ ഈ തടി ഫിനിഷ് എന്ന് പറയുന്നത് പല വണ്ടികളും ഇത്തിരി വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇതാണല്ലോ പക്ക തടി ഫിനിഷ് എന്ന് വെച്ചാൽ അതാണ് വുഡ് ഫിനിഷ് ഭംഗിയായിട്ട് ഇരിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ AC വെൻസിലായിക്കോട്ടെ, നമുക്ക് സെൻട്രൽ കൺസോളിലായിക്കോട്ടെ, സ്റ്റീരിയോന്റെ സൈഡിൽ വരുന്നതായിക്കോട്ടെ, എല്ലാം നമ്മൾ ചെറിയ ചെറിയ ടച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാർബൺ ബ്ലാക്ക് ഫിനിഷിന് പകരം ഇതില് വുഡാണ് വന്നിട്ടുള്ളത്. ഇത് പക്ഷെ അതിഗംഭീരമാണ്. അതിന്റെ സീറ്റിന്റെ ആണെങ്കിലും ഈ കളേഴ്സും മിക്സും ഒക്കെ തകർപ്പൻ.
സെൻട്രൽ കൺസോളിലും ആ വുഡിന്റെ ഫിനിഷാണ് അധികം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഗിയർ ലിവറിലുള്ള ആ ഒരു കളറൊക്കെ നല്ല രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ റൂഫ് ബ്ലാക്ക് വുഡ് ആണ് കുറെ കൂടെ രസമായിരിക്കും അല്ലേ? പക്ഷേ ഇത് ശരിക്കും കസ്റ്റമറുടെ ചോയ്സ് ആയിരുന്നു. കസ്റ്റമർക്ക് ഇതുപോലെ തന്നെ വേണം. ഇത് തന്നെ സിഗ്നേച്ചർ പ്ലസ് ഹൈലൈറ്റിലേക്ക് പോകാണ്ട് പറഞ്ഞത് നമ്മൾ അതേപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു സംശയം തോന്നാൻ ഇതിന്റെ ഭയങ്കര പൈസ വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. അതിനെപ്പോഴും ചോദിക്കാനുണ്ട്. എന്നാൽ പോലും പൈസ തീരെ കുറച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവസാനം ചോദിക്കാം അല്ലേ, സസ്പെൻസ് നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് ഇനി ഇതിന്റെ ബാക്ക് സീറ്റിലും നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഒരു സ്ട്രിപ്പ് ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ഇവിടെ, പിന്നെ ഇവിടുത്തെ ഈ ഒരു മിക്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിന് 2 കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റിൽ ഈ ഒരു ടാനും ബ്ലാക്കും കൊടുത്തിരിക്കുന്നു. പിന്നെ പറഞ്ഞാലേ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്. അതിൻ്റെ കംഫർട്ടെല്ലാം നിലനിർത്തിക്കൊണ്ട് ഇത്ര എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഒരു വുഡ് ഫിനിഷ് ഇവിടെ നമ്മൾ കാണുന്നത് ഡോർ പാഡിലാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എക്സ്പെർട്ടൈസ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ ധാരാളം വണ്ടികൾ ചെയ്തുള്ള പരിചയത്തിൻ്റെ എക്സ്പെർട്ടൈസ്. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ വെളിയിലേക്ക് കൊടുത്ത് ഇങ്ങനത്തെ ഒരു ലൈനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സെപ്പറേഷൻ അറിയാൻ പറ്റും. ഇത് അല്ലേ, ഇത് എങ്ങനെയാ ചെയ്തതെന്ന് സംശയത്തില്ല. ഈ സാധനം ഇങ്ങനെ ഒരു സെപ്പറേഷൻ തോന്നുന്നില്ല. ഇത് ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഇതെല്ലാം റോബോട്ടിക്കാണ്. ഇതെല്ലാം റോബോട്ടിക് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പെർഫെക്ഷൻ കിട്ടില്ല. ശരിയാണ്, അത് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കളേഴ്സിൻ്റെ കാര്യത്തിൽ തിരഞ്ഞെടുക്കാം. അതൊക്കെ ഇവിടെ വന്ന് തന്നെ കണ്ട് തന്നെ തീരുമാനിക്കേണ്ടി വരും. പക്ഷേ എല്ലാ കളേഴ്സും എപ്പോഴും ഡിസ്പ്ലേ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇല്ലല്ല, എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ ഇപ്പം തുടങ്ങിയിട്ടുള്ളല്ലേ, 2 ആഴ്ചയൊക്കെ ആയുള്ളൂ. അത് കഴിഞ്ഞ് കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് എല്ലാ വേരിയൻസും ഒക്കെ ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ ഉള്ള വേരിയൻസ് തന്നെ ഗംഭീരമാണെന്നുള്ള സംശയമില്ല. അപ്പോൾ ഇതിലിനി എന്താണ് 4 കളേഴ്സ് വരുന്നത് ഏതൊക്കെയായിരിക്കും? ഇതിലിപ്പോൾ കറന്റ് ഇപ്പോൾ നമ്മൾ 2 മോഡലുകൾ കണ്ടു. ഒരു മോഡൽ കൂടി ഉണ്ട്, കൊക്കോട്ടാൻ, നമുക്ക് മോഡൽ കിടപ്പുണ്ട്. അതുപോലെ ഒരു ഹൈ റൈഡറും ഉണ്ട്. നമുക്ക് അതൊരു സിഗ്നേച്ചർ പ്ലസ് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ കണ്ടത് സിഗ്നേച്ചർ ആയിരുന്നു. സിഗ്നേച്ചർ പ്ലസ് ചെയ്തൊരു മോഡൽ ഉണ്ട്, അത് കാണിച്ചു തരാം. അത് മോഡലാണ്. ഇത് പിന്നെ 7 എത്ര നില? 11 12 നിലയുണ്ട്. അതുകൊണ്ട് മോളൊക്കെ സാധനമുണ്ട്. ഇനി അങ്ങോട്ട് പോവാം. അപ്പൊ ഇനി ഒരു ഹൈ ക്രോസ് കൂടെ അല്ലേ? ഇതിന്റെ കോമ്പിനേഷൻ എന്താ? നിങ്ങൾ ഈ വിളിക്കുന്ന കളറിന്റെ പേരെന്താ? ഇതിന്റെ അഗേഹ ബ്ലാക്ക്, നോർമൽ ബ്ലാക്ക് അല്ല, അഗേഹ ബ്ലാക്ക് ആണ്. അതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ചാർക്കോൾ വന്നിരിക്കും. അകത്തുള്ള കളർ ഇവിടെ കാണുന്നുണ്ട്. അത് കാണുന്നുണ്ട്. സൂചന കിട്ടിക്കഴിഞ്ഞു എന്താണ്. അപ്പൊ അതിനകത്തേക്ക് നേരെ അങ്ങ് പ്രവേശിക്കാം. പോവാം. ഇതും തകർപ്പനാട്ടോ. ഇതൊരു കൊക്കോ ആൻഡ് ടാൻ, അതാണ് കോമ്പിനേഷൻ. കൊക്കോ ആൻഡ് ടാൻ ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് രസമുണ്ട്. ഇത് ആ ചെറിയൊരു ഓറഞ്ചും പിന്നെ അതിന്റെ കൂടെ ടാൻ ബ്രൗണും. അതെ. ഈ നേരത്തെ നമ്മൾ കണ്ട എല്ലാ വുഡൻ ഫിനിഷും മാറ്റ് ആയിരുന്നു. എനിക്ക് പക്ഷെ മാറ്റ കുറെ കൂടി ക്ലാസ് ആയിട്ട് തോന്നുന്നത് ഇതാണ്. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും കേട്ടോ. ഈ ഗ്ലോസി ഫിനിഷ് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതർവൈസ് എനിക്ക് മറ്റേ ഇതാണ് ഇഷ്ടപ്പെടുന്നത്. ഇതിനാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ആംബിയൻ ലൈറ്റ് ഒക്കെ ഈ ഒരു ഫിനിഷിൽ ഇവിടെ ഉൾഭാഗത്ത് ആ ഒരു ബ്ലൂ ലൈറ്റൊക്കെ നിൽക്കുന്ന രസമായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മിക്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഭയങ്കര രസമാണ്. ഇപ്പൊ ഈ അപ്പർ പോർഷനിൽ കൊക്കോ കൊടുന്നു, താഴത്തെ ടാൻ കൊടുന്നു. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിന്റെ ഒക്കെ കുഷനിങ് എന്നൊക്കെ പറഞ്ഞാൽ അമേസിംഗ് ആണ് കേട്ടോ. നല്ല ഗ്രിപ്പാ അല്ലെ, നല്ല രസമായിട്ടിരുന്ന് ഓടിച്ചു പോകാം. ഭയങ്കര പ്ലസന്റ് ഒരു ഇന്റീരിയർ ആണ്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ എന്താ പറയുക, ആൾക്കൂട്ടത്തിൽ ഒന്ന്
ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും രണ്ട് നോർമൽ ഒരു ഹൈക്രോസും ഈ പറഞ്ഞ പോലെ സിഗ്നേച്ചർ ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് എന്താ വരുന്നത്. അതാണ് ശരി നമുക്ക് ഭയങ്കര ഒരു എലഗന്റ് ലുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ബാക്ക് സീറ്റൂടെ ഒന്ന് കാണാം. ശ്യാമേ ബാക്ക് സീറ്റൂടെ ഒന്ന് നോക്കിയോ. അപ്പോൾ പനോരമിക് സൺറൂഫ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റഡഡ് ഒരു സ്റ്റാർ ലൈറ്റ്സ് വരുന്നത് എന്നുള്ളതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഇത് കാണിക്കാം. ബാക്കി എല്ലാ ഏരിയയിലും ഈ ഇതേ എൽക്കന്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഏതായാലും കിട്ടും. പക്ഷെ നമുക്ക് ഈ സൺറൂഫ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ബാക്ക് ഏരിയയിൽ നമുക്ക് പറ്റുള്ളൂ രസമായിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. എപ്പോഴും പറ്റിയാണല്ലോ. അതെ അതും പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഭംഗിയും കൂടാതെ ആംബിയൻ പല കളേഴ്സ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഈ ബാക്ക് സീറ്റിൻ്റെയും ഈ ഒരു മിക്സ് ഓഫ് കളേഴ്സ് ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതുവരെ കണ്ടതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹൈക്രോസ് ആണ് ഇത് ഏറ്റവും രസമായിട്ട് അല്ലേ. ഫോർച്യൂണർ കാണുന്ന ആദ്യം തോന്നി, പക്ഷെ ഹൈക്രോസിനാണ് കുറച്ചുകൂടി ഇതൊക്കെ മാച്ച് ആണെന്ന് തോന്നി. കാരണം അല്ലെങ്കിൽ തന്നെ നല്ല ഗംഭീരമായ ഇന്റീരിയറാണ് ഹൈക്രോസിന്. ടൊയോട്ടയുടെ വാഹനങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഇന്റീരിയർ എനിക്ക് ഫോർച്യൂണറേക്കാളും ഗംഭീര ഹൈക്രോസിന്റെ കാര്യത്തിലാണ്. കംഫോർട്ടും ഒട്ടും മോശമല്ല. അപ്പൊ ഇനി ഒരു വണ്ടി കൂടെ ഉണ്ട്, ഒരു വണ്ടി കൂടി കാണിച്ചു തരാം. ഒരു ഹൈ റൈഡർ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. സിഗ്നേച്ചർ പ്ലസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഹൈ റൈഡറിന്റെ കാര്യത്തിലുള്ള സ്പെഷ്യാലിറ്റി? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സിഗ്നേച്ചർ പ്ലസ് ആണ്. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു പിൻ സ്ട്രൈപ്പ് നമ്മള് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് ബമ്പറിൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഇന്റീരിയർ വരുന്നത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഒരു ബ്ലാക്കും ഈ കാർബൺ ഫൈബർ ഫിനിഷോടെ നല്ല ഗംഭീരമായിട്ട് സിങ്ക് ആകുന്നുണ്ട്. നേരത്തെ കണ്ടതിനേക്കാളും സിങ്ക് ആയത് ഇതിലാണ്. അതിനോട് അതേ സെയിം ചാർക്കോൾ തന്നെ. ഇതിന്റെ ഡ്യുവൽ ടോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും ഇത്തിരി കൂടി ഡോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ പിൻ സ്ട്രൈപ്പ് ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന ബൈറ്റും ബാക്കിലാണ്. അങ്ങനെയാണ് പോയിട്ടുള്ളത്. നേരെ നമുക്ക് ഡോർ കൂടെ വന്നിട്ട് എല്ലാ ഡോറിലും പോയി നമ്മൾ ബാക്കിലാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അതപ്പോ ടോപ്പ് എൻഡിലുള്ള ഒരു സംഭവമാണ്. അതെ, അതേപോലെ തന്നെ ക്ലാഡിങ്ങിൽ നമ്മൾ അതേ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈവൻ സൈഡിലെ സ്കേർട്ടിംഗ് ആയിക്കോട്ടെ, ബാക്കിലത്തെ ബമ്പറിലേക്ക് ആയിക്കോട്ടെ. നിങ്ങൾക്ക് ബാക്കിലത്തെ ബമ്പറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് സെയിം നമ്മൾ കാർബൺ ഫൈബർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ആ ചെറിയൊരു ഓറഞ്ച് ടച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഡ്യുവൽ ടോൺ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ബാക്കിലേക്കും ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ കാണുന്ന ബസ്സിലും സെയിം ഇതുപോലെ തന്നെ കാർബൺ നമ്മൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഹൈക്രോസ് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയത് ഇതിലാണ്. നല്ല രസമായിട്ടുണ്ട്. ഈ ശരിക്കും നിങ്ങൾ നല്ല വെളിച്ചത്തിൽ കാണണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇവരുടെ ഓഫീസിനുള്ളിലാണ് ചെയ്യുന്നത്. നല്ല വെളിച്ചത്തിൽ നല്ല ഭംഗിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചത്. ഇനി എൻ്റെ ഇന്റീരിയറും ക്ലാസ് ആണ് കേട്ടോ. ക്ലാസ് എന്ന് വെച്ചാൽ വരകുറികൾ കണ്ടല്ലോ, രസമാണ്. ഇത് നമ്മൾ ഈ പറഞ്ഞ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഒരു തീമിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരിക്കുന്ന ആ രീതികളും അതിൻ്റെ ഡിസൈൻ രീതിയാണ് ഏറ്റവും രസം. അവിടെയൊക്കെ വരച്ചിട്ട പോലെ കോറിയിട്ടതുപോലെയുള്ള ആ ഓറഞ്ച് ഫിനിഷ് നല്ല ഭംഗിയുണ്ട്. തന്നെയല്ല ഈ ബ്ലാക്ക് നല്ല നല്ല ഗംഭീര ബ്ലാക്കാണ്. ഇതിന് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു മാറ്റ് ഫിനിഷ് ലുക്കാണ് തോന്നുന്നെങ്കിലും പക്ഷെ വളരെ ഗ്ലോസിയാണ് ഈ ഒരു ഓറഞ്ച്. ഇതിന്റെ ഉള്ളിൽ നോക്കണേ ചെറിയ ഇപ്പൊ ഈ ഗിയറിന്റെ ഏരിയയിൽ കാണുന്ന ചെറിയ ഓറഞ്ച് പോലും, ചെറിയ ഡീറ്റെയിലിംഗ് പോലും അത്രയ്ക്കും നോക്കിയിട്ട് അത്രയ്ക്കും ക്ലിയർ ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതെ, ഇത് ശരിക്കും നമ്മൾ വളരെ വേറിട്ട് നിൽക്കും ഈ വണ്ടി എന്നുള്ള ഒരു സംശയം. നമ്മൾ ഏതൊരു ഹൈ റൈഡർ കണ്ടാലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കും. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഇതിന് റൂഫിൽ ഇതില്ല. ഇത് പ്ലസ് ആണ്. പ്ലസ് ആണ്. അപ്പൊ ഇനി ഇതിന്റെ ബാക്കിലേയും കൂടി ഒന്ന് കാണാം ശ്യാമേ. ബാക്കിലും ഇതേപോലെ തന്നെ ഓറഞ്ച് ആക്സൻസ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. അല്ലെങ്കിൽ തന്നെ വളരെ കംഫർട്ടബിൾ സീറ്റാണ്. അത് കൂടുതൽ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കാണിക്കാനുള്ള മോഡലുകൾ. ഇനിയും ധാരാളം മോഡലുകൾ, അതായത് ടൊയോട്ടയുടെ എല്ലാ മോഡലുകൾക്കും ഈ ഒരു മാറ്റം, ഈ ഒരു എക്സ്ട്രാ വേരിയൻറ്റ് വരുന്നുണ്ട്. അത് കുറച്ചൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ പറയില്ല, 2 ആഴ്ചയായുള്ള ഇവർ ഈ ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് കടന്നിട്ട്. എന്തായാലും ഒരു ഡീലർഷിപ്പ്, അതും എനിക്ക് തോന്നുന്നു ടൊയോട്ടയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ട്രസ്റ്റഡ് ഡീലർഷിപ്പ് എന്ന് പറയുന്ന നമുക്ക് അഭിമാനത്തോട് പറയാം നിപ്പോൺ ടൊയോട്ടയാണ്. നിപ്പോൺ ടൊയോട്ടയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് തരികയാണ് ഈ ഒരു സിഗ്നേച്ചർ എഡിഷൻ എന്ന് പറയുന്നത്. തന്നെയല്ല, നിങ്ങൾ ഓട്ടോ മില്ലേനിയം എന്ന കമ്പനിയെ പറ്റി അന്വേഷിച്ചാൽ അറിയാം. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തരായ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനെല്ലാം പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു ഓട്ടോ മില്ലേനിയം എന്ന കമ്പനിയാണ്. ഇപ്പോൾ അവർ വളരെ വിശ്വസ്തയോടുകൂടി നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന സിഗ്നേച്ചർ എഡിഷനാണ് ഈ കാണുന്നത്.
ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെൻസിറ്റീവ് സംഭവം, വില. ഇല്ല കൊല്ലുവോ? ഇല്ല ഇല്ല ഇല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ടോപ്പ് എൻഡ് മോഡലിലും അതിലാണോ ഈ ഒരു സിഗ്നേച്ചർ എഡിഷൻ വരുന്നത്? എല്ലാം അല്ല, നമുക്ക് ഇത് ഏത് വേരിയന്റിൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോൾ കസ്റ്റമർ ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമർ ഉണ്ട്, ആൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. ആൾക്ക് തോന്നുകയാണ് എനിക്ക് കുഴപ്പമില്ല, അപ്പൊ മേ ബി ആൾ ബുക്ക് ചെയ്തുള്ള മിഡ് വേരിയന്റ് ആയിരിക്കും. ആൾ പറയാം എനിക്ക് ഇതിൽ ഇപ്പോൾ കറന്റ് നമുക്ക് അങ്ങനെയാണ്. മേ ബി ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ അത് ഓരോ വേരിയന്റിലേക്ക് നമ്മൾ ഒതുക്കും. കാരണം നമുക്ക് ടോപ്പ് എൻഡിൽ ഉണ്ടാവുള്ളൂ സിഗ്നേച്ചർ പ്ലസ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അത് ഫ്യൂച്ചറിൽ നമ്മൾ ഒതുക്കും. ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയല്ല. ഇപ്പൊ ഏത് കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടുണ്ട്, കസ്റ്റമർ ഓക്കെ വാവ് നന്നായിട്ടുണ്ട്, എനിക്കിത് ആക്കാൻ പറ്റുമോ, കൺവേർട്ട് ചെയ്യാം, കുഴപ്പമില്ല. അതൊരു കാര്യം. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പം നിപ്പോൺ ടൊയോട്ട മാത്രമല്ല, ടൊയോട്ട ഡീലർഷിപ്പുകൾ, നമുക്കിത് ഏത് ടൊയോട്ട ഡീലർഷിപ്പിലും ഈ സിഗ്നേച്ചർ എഡിഷൻ കിട്ടുമോ? ഇല്ല, ഇത് നിപ്പോണിന് മാത്രമേ കിട്ടൂ. നിപ്പോൺ മാത്രമാണ്, നിപ്പോണിന് മാത്രമേ എക്സ്ക്ലൂസീവ് ആണ്. അതെ. അപ്പൊ നിപ്പോണിന്റെ എല്ലാ ഡീലർഷിപ്പുകളും, നിപ്പോണിന്റെ എല്ലാ ഡീലർഷിപ്പിൽ പോയാൽ നമുക്ക് ഇത് കിട്ടും. ഡിസ്പ്ലേ ഇല്ലെങ്കിലും വണ്ടി നിങ്ങൾക്ക് കണ്ട്, നിങ്ങൾക്ക് മീൻസ് നിങ്ങൾക്ക് ഫോട്ടോസ് കണ്ട് ചൂസ് ചെയ്ത് നമുക്ക് ആക്കിയെടുക്കാം. അത് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലായിടത്തും എന്തൊക്കെയാണ് ഇതിന്റെ ഒരു മിക്സ് ഓഫ് കളേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ വരും, കാണാൻ പറ്റുന്ന ഉണ്ടാവും. ഇപ്പൊ നമുക്ക് റെഡി സ്റ്റോക്ക്, നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് റെഡി സ്റ്റോക്ക് വണ്ടി വന്നിട്ടില്ല, കുറേശ്ശെ വരുന്നുള്ളൂ. ഉള്ളത് വെച്ചിട്ട് നമ്മളിപ്പോ ഡിസ്പ്ലേ കാണിക്കുന്നത് അങ്ങനെ. അപ്പോൾ നമുക്കിപ്പോൾ ഫോർച്യൂണർ എന്ന് പറയുന്നത് വാങ്ങിക്കുന്നതിനൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ ഏത് തരത്തിലുള്ള വില കൂടുതലും സഹിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ഗ്ലാൻസ വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഗ്ലാൻസയിൽ ഈ 3 എഡിഷൻസിനും വരുന്ന വില കൂടുതൽ ഏകദേശമൊക്കെ എത്രയായിരിക്കും? ഗ്ലാൻസ് നമ്മളിപ്പോൾ അറൌണ്ട് പ്രൈസിങ് പറഞ്ഞ 75,000 ആണ് ഗ്ലാൻസിലേക്ക് പറയുന്നത്. അറൌണ്ട് ടൈസോറൊക്കെ ആണെങ്കിലും ആ റേഞ്ച് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കിപ്പോൾ ഹൈ റേറ്റ് ഒക്കെ ആണെങ്കിൽ അറൌണ്ട് 1.75 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഹൈക്രോസ് ഒക്കെ ആണെങ്കിൽ 3.3 ആ റേഞ്ചാണ്. ഫോർച്യൂൺ ആണെങ്കിൽ അറൌണ്ട് ഒരു 3.8 അതൊക്കെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 75 to 3.8 അങ്ങനെ പറയാം. നിങ്ങൾക്ക് ഡിഫറെന്റ് സാധനങ്ങൾ ചൂസ് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് ഒരു ഭയങ്കര രസമാണ്. നമുക്ക് ഈ വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാർ കണ്ട ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഡ്യുവൽ ടോൺ എന്ന് പറയുന്നത് തകർപ്പനാണ്. നേരത്തെ പോലെ മേബാറ്റൊക്കെ ആ ഒരു ഇതിലാണ്, ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്താ പറയുക അടുത്ത ഇതിലേക്ക് ഒന്ന് ചാടണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്ന് ബുക്ക് ചെയ്യുക. കാരണം ഇത് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, വിളിക്കുക. നിപ്പോൺ ടൊയോട്ട നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വണ്ടി കണ്ടു കാണിക്കാനും ഒക്കെ പറ്റുമല്ലോ. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കോട്ടയം ട്രിവാൻഡ്രം എല്ലായിടത്തും നമ്മൾ വണ്ടി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കളക്ടറോണെങ്കിൽ വേറെ തീം നമുക്ക് അവിടെ കാണാം. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഏത് വേണം തീരുമാനിക്കുക ആദ്യം. എന്നിട്ട് ഏത് വേരിയൻ്റാണ്, ഈ ഒരു 3 വേരിയൻറ്റിൽ ഏത് വേണം തീരുമാനിക്കുക. എന്നിട്ട് വേഗം തന്നെ ഈ നമ്പറിൽ വിളിക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നു. കൂടാതെ നിങ്ങൾ വന്ന് കാണുന്നു. അങ്ങനെ സിഗ്നേച്ചർ എഡിഷൻ നമുക്ക് ഗംഭീര വിജയമാക്കാം. കാരണം ഇതൊരു പുതിയ സെഗ്മെന്റാണ് നിങ്ങൾ തുറക്കുന്നത്, അല്ലേ? നമുക്കറിയാം പല ഡീലർഷിപ്പുകളിലും പല വാഹനങ്ങളും വന്നിട്ട് ഡീലർഷിപ്പുകാർ തന്നെ കുറച്ച് ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്തൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനല്ല. ഇത് എന്താണോ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങൾ അതിലും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നിപ്പോണിന് ടൊയോട്ട മാത്രമല്ല മറ്റ് പല ബ്രാൻഡുകളും, ഇപ്പോൾ കിയയുടെയൊക്കെ ഏറ്റവും വലിയ ഡീലർഷിപ്പ് നിങ്ങളുടെയൊക്കെയാണല്ലോ. അപ്പോൾ അതിലൊക്കെ സിഗ്നേച്ചർ എഡിഷൻ കൊണ്ടുവരുമല്ലോ ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും വരും, നമുക്ക് എന്തായാലും. ശരി. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലാന്റ് വേണ്ടി വരുമല്ലോ. നമ്മൾ ഓൾറെഡി ഇപ്പൊ അതിന്റെ പ്ലാനിങ്ങിലാണ്. നമ്മളൊരു ചെറിയൊരു ഫാക്ടറി നമ്മളിവിടെ എവിടെയും സെറ്റപ്പ് ആക്കണം. അതിന്റെ ഓൾറെഡി ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വരും ഫ്യൂച്ചർ. നമ്മൾ എന്തായാലും ഇവിടെ നമ്മൾ പ്ലാൻ വരും. അപ്പൊ എന്തായാലും ഇതൊരു വലിയൊരു സാധ്യത നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു മാസം പറഞ്ഞ പോലെ 300-400 വണ്ടി ഇറങ്ങാവുന്ന രീതിയിൽ ഉള്ള ഒരു പ്ലാൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ശരി. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ കളേഴ്സും കൂടുതൽ ഇനി ഓപ്ഷൻസും കിട്ടും. പിന്നെ വേണമെങ്കിൽ എനിക്ക് എന്റെ ഒരു കളർ സെലക്ട് ചെയ്യാവുന്ന അവസ്ഥയിലേക്കൊക്കെ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അത് നിപ്പോൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം കേട്ടോ. ഇവിടെ ഒരു നോ എന്ന് പറയുന്ന സംഭവമില്ല. എല്ലാ കാര്യങ്ങൾക്കും സാധ്യതകൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നൊരു കമ്പനിയാണ് നിപ്പോൺ ടൊയോട്ട. അപ്പോൾ അതിൽ താങ്ക് യു സോ മച്ച്. അപ്പം കൂടുതൽ വേരിയൻസ് ഒക്കെ വരുമ്പോൾ വിളിക്കുക, വീണ്ടും വരും. അതെ, കാണാം. താങ്ക് യു.